ഇപ്പം കാലിൻ്റെ ബ്ലോക്ക് ഇപ്പം ഉണ്ടോ എന്ന്. ഇപ്പം എനിക്കിപ്പം മുറിവൊന്നുമില്ല, അപ്പോൾ ഡോക്ടറെ എനിക്ക് മുറിവൊന്നുമില്ല, പക്ഷേ ഇത് ഇങ്ങനെ കേട്ടതുകൊണ്ട് എനിക്ക് കാലിന് ബ്ലോക്ക് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയണം. സോ ഐ മീൻ വാട്ട് ഷുഡ് വൺ ഡു? നടക്കുമ്പോൾ ഒരു കാല് വേദന പറയുന്ന ആൾക്കാർ ലക്ഷണങ്ങൾ ആദ്യം ഉണ്ടോ എന്ന് അവർ ചോദിക്കണം, ഹിസ്റ്ററി ചോദിക്കണം. അതെ, ഐ തിങ്ക് ലക്ഷണങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വെച്ചാൽ നടക്കുമ്പോൾ കാലിന് വേദന വരിക, നടക്കുമ്പോൾ കാലിന് മസിലിന് ഒരു തളർച്ച വരിക, ചില ആൾക്കാർ മസിൽ ക്രാംപ്സ്, മസിൽ ഇങ്ങനെ കയറിപ്പോകുന്ന പോലത്തെ ഒരു വേദന അനുഭവപ്പെടാം. അത് തൊടന്റെ മസിൽസ് ആവാം, അല്ലേ, മുട്ടിന് താഴെ ആവാം, അങ്ങനത്തെ ആൾക്കാരാണ് ശ്രദ്ധിക്കേണ്ടത്. സോ അത് എനിക്ക് തോന്നുന്നു ദാറ്റ്സ് വൺ ഒരു സന്ദേശം. സെക്കൻഡ് ഇസ് ഉണങ്ങാത്ത മുറിവ്, ഡിസ്കളറേഷൻ, അതായത് കാലിന് നീല കളറോ കറുപ്പ് കളറോ വരിക, ആൻഡ് കാലിന് തണുപ്പ് വരിക. ഐ തിങ്ക് തണുപ്പ് വരുന്നത് ഒരു ഭയങ്കര ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. അതാണ് ഈ അറ്റാക്ക്, കാലിന്റെ അറ്റാക്ക്. അപ്പൊ അതൊരു കോമൺലി ഉപയോഗിക്കുന്ന ഒരു ടേം അല്ലെങ്കിലും പെട്ടെന്ന് ഒരാൾക്ക് കാലിന് വേദന വരിക, കാലിന്റെ ടെമ്പറേച്ചറിന് തണുപ്പ് അനുഭവപ്പെടുക, സഹിക്കാൻ പറ്റാത്ത വേദന, കളർ വ്യത്യാസം വരിക, ഐ തിങ്ക് ദാറ്റ്സ് എ കാൽ അറ്റാക്ക്. കറക്റ്റ്. ഹാർട്ട് അറ്റാക്ക് പോലെ കാൽ അറ്റാക്ക്. എപ്പോഴും നമ്മൾ ഹാർട്ടിന്റെ നമ്മൾ കാർഡിയോ വാസ്കുലർ ഡിസീസ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ കാലത്ത് താഴെ വരെ അവരുടെ കാല് വരെ തൊട്ട് നോക്കണം, അവിടുത്തെ പൾസ് കിട്ടുന്നുണ്ടോ. പൾസ് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ പൾസ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും സിമ്പിൾ സ്ക്രീനിങ് ടെസ്റ്റാണ് ഡോപ്ലർ സ്കാൻ. നമ്മൾ ഈ ഹാർട്ടിന്റെ ഒക്കെ എക്കോ ചെയ്യൂലേ, അതേപോലെ ഒരു സിമ്പിൾ ടെസ്റ്റ്, ലോ കോസ്റ്റ് ടെസ്റ്റ്, അധികം പൈസ കൊടുക്കേണ്ട ടെസ്റ്റ് അല്ല. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ രക്തോട്ട കുറവാണോ എന്ന് നമുക്ക് മനസ്സിലാവും.